ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പപ്പായ വളർത്തുന്നതിനുള്ള നുറുങ്ങുകൾ എന്നതിനെക്കുറിച്ചാണ്. എന്നാൽ പിന്നെ നമുക്ക് പപ്പായ കൃഷിയുടെ ലോകത്തേക്ക് കടക്കാം. ആദ്യം പപ്പായയുടെ മണ്ണിന്റെ ആവശ്യകത എന്താണെന്ന് നോക്കാം. പപ്പായ നന്നായി വളരാൻ നിങ്ങൾ ശരിയായ മണ്ണ് തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. നല്ല നീർവാർച്ചയുള്ള പോഷകസമ്പുഷ്ടമായ മണ്ണിലാണ് പപ്പായ വളരുന്നത്. 6നും 6.5നും ഇടയിലുള്ള pH നിലയാണ് ഏറ്റവും അനുയോജ്യം. മണൽ കലർന്ന പശ്ചിമരാശി, കളിമണ്ണ് എന്നീ മണ്ണാണ് പപ്പായ കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. വെള്ളക്കെട്ട് കൂടുതലുള്ള പ്രദേശങ്ങൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. മാത്രമല്ല, പപ്പായയ്ക്ക് ഊഷ്മളമായ കാലാവസ്ഥ ആവശ്യമാണ്. അതിനാൽ വിത്ത് മുളയ്ക്കുന്നതിന് മണ്ണിന്റെ താപനില ഏകദേശം 15 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം. ഇനി പപ്പായ പ്ലാന്റ് നനയ്ക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കാം. പപ്പായയ്ക്ക് ആഴ്ചയിൽ 2 തവണ നനവ് ആവശ്യമാണ്, പ്രത്യേകിച്ച് ചെറുപ്പത്തിൽ. വേരുചീയലും മറ്റ് രോഗങ്ങളും പിടിപെടാൻ സാധ്യതയുള്ളതിനാൽ ചെടികൾക്ക് അമിതമായി വെള്ളം നൽകാതിരിക്കേണ്ടത് പ്രധാനമാണ്. കൂടാതെ പപ്പായകൾ തുല്യമായി നനയ്ക്കേണ്ടത് ആവശ്യമാണ്. വെള്ളം വേരുകളിലേക്ക് ആഴത്തിൽ കുതിർക്കുന്നു. ചെടികൾക്ക് ചുറ്റും ഒരു പാളി ചവറുകൾ ചേർക്കുന്നത് ബാഷ്പീകരണം തടയാനും വേരുകൾ ഈർപ്പമുള്ളതാക്കാനും കഴിയും. പപ്പായ ശരിക്കും വളം വലിക്കുന്ന ചെടിയാണ്. ആരോഗ്യകരമായ ചെടികളുടെ വളർച്ച ഉറപ്പാക്കാൻ പതിവായി വളപ്രയോഗം നടത്തേണ്ടത് പ്രധാനമാണ്. വസന്തകാലം മുതൽ ശരത്കാലത്തിന്റെ ആരംഭം വരെ വളരുന്ന സീസണാണ് പപ്പായയ്ക്ക് വളമിടാൻ ഏറ്റവും അനുയോജ്യമായ സമയം. തുല്യ അളവിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ അടങ്ങിയ സമീകൃത വളം ഉപയോഗിക്കുക. മണ്ണിനെ സമ്പുഷ്ടമാക്കാൻ കമ്പോസ്റ്റ്, ചാണകം തുടങ്ങിയ ജൈവ വളങ്ങളും ചേർക്കാം. എന്നിരുന്നാലും അമിതമായ സസ്യവളർച്ചയ്ക്ക് കാരണമാകുന്ന യൂറിയ പോലുള്ള നൈട്രജൻ സമ്പുഷ്ടമായ വളങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ പറയേണ്ട കാര്യം, പപ്പായയ്ക്ക് പ്രൂണിംഗ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതായത് 1-2 കൂടുതൽ ബ്രാഞ്ചസ് വരുകയാണെങ്കിൽ വെട്ടിക്കളയുക. കൂടാതെ ചെടിയുടെ ആരോഗ്യം നിലനിർത്താൻ കൊള്ളില്ലാത്തതോ രോഗമുള്ളതോ ആയ ശാഖകൾ നീക്കം ചെയ്യുക. പപ്പായ ഫ്രൂട്ട് ഈച്ച, ഇലപ്പുള്ളി, പപ്പായ റിംഗ് സ്പോട്ട്, തിന്നിന് വിഷമഞ്ഞ് തുടങ്ങി നിരവധി കീടങ്ങൾക്കും രോഗങ്ങൾക്കും പപ്പായ ഇരയാകുന്നു. ചെടി നശിക്കുന്നത് തടയാൻ ഈ പ്രശ്നങ്ങൾ ഉടനടി കൈകാര്യം ചെയ്യേണ്ടത് പ്രധാനമാണ്. ഈ കീടങ്ങളെയും രോഗങ്ങളെയും ഫലപ്രദമായി നിയന്ത്രിക്കാൻ വേപ്പെണ്ണ, വെളുത്തുള്ളി നീര്, സോപ്പ് സ്പ്രേകൾ തുടങ്ങിയ പ്രകൃതിദത്ത പരിഹാരങ്ങളുണ്ട്. ഇനത്തെ ആശ്രയിച്ച് പപ്പായകൾ പാകമാകാൻ ഏകദേശം 6 മുതൽ 8 വരെ മാസമെടുക്കും. പൂർണ്ണമായും പഴുത്ത പപ്പായ സ്പീഷീസുകളെ ആശ്രയിച്ച് മഞ്ഞയോ ഓറഞ്ചോ ആയിരിക്കും. അവ തൊടുമ്പോൾ അല്പം മൃദുവായതായി അനുഭവപ്പെടും. പഴങ്ങൾ പൂർണ്ണമായി പാകമാകാത്തപ്പോൾ വിളവെടുക്കാൻ ശുപാർശ ചെയ്യുന്നു. തണ്ടിൽ നിന്ന് കായ്കൾ മുറിക്കാൻ അരിവാൾ കത്രിക ഉപയോഗിക്കുക. തണ്ടിന്റെ ഒരു ചെറിയ ഭാഗം പഴത്തോട് ചേർത്ത് വയ്ക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് വിജ്ഞാനപ്രദവും ഉപയോഗപ്രദവുമാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട പപ്പായ വളർത്തുന്ന രീതി കമന്റ് ബോക്സിൽ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വരാനിരിക്കുന്ന വീഡിയോകൾക്കായി കാത്തിരിക്കാൻ ലൈക്ക്, സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത്.